മലയാളികളുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 10. വളരെ അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർ സിംഗർ. ഏറ്റവും പുതുതായി 28ാം എപ്പിസോഡിൽ ശരിക്കും ചാനൽ പ്രേക്ഷകരെ ഒരുപക്ഷെ മത്സരാർത്ഥികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ, അതായത് ശനിയാഴ്ചത്തെ 25ാം എപ്പിസോഡിന്റെ അവസാനമാണ് 4 പേര് ഒരുമിച്ച് എലിമിനേറ്റ് ചെയ്ത് ഷോ പ്രേക്ഷകരെ ഞെട്ടിച്ചത്. എലിമിനേഷൻ ഉണ്ടെന്ന് അത് ഷോയ്ക്ക് മുൻപ് തന്നെ പ്രമോയിലൂടെ അറിയിക്കുകയും ചെയ്തു. പകരം ആരെയും വൈൽഡ് കാർഡ് എൻട്രിയായി പരിഗണിച്ചതുമില്ല. എന്നാൽ ഈ വാരാന്ത്യത്തിലെ തൊട്ടടുത്ത എപ്പിസോഡ് മുതൽ മുൻ സീസണുകളിലെ താരങ്ങളെ ഉൾപ്പെടുത്തി സീനിയർ വേഴ്സസ് ജൂനിയർ എന്ന പേരിൽ ഒരു റൗണ്ട് കൂടി, പ്രേക്ഷകർ ആഗ്രഹിച്ച കോംബോകൾ സാധ്യമാക്കുന്ന ഒരു റൗണ്ട്. നിലവിലെ മത്സരാർത്ഥികളുടെ പെർഫോമൻസ് അളക്കാനായി ഡിബറ്റ് ഗാനങ്ങൾ പാടാൻ ഇവർക്കൊപ്പം എത്തിയതാണ് സീനിയേഴ്സ്. എന്നാൽ ആ റൗണ്ടിന്റെ അവസാനം സ്റ്റാർ സിംഗർ പ്രേക്ഷകരെ ആകെ ഞെട്ടിച്ചിരിക്കുന്നു. 4 എലിമിനേഷനുകൾ ഒന്നിച്ച് നടന്നതിന്റെ ഞെട്ടൽ മാറുന്നതിന് മുൻപ് മറ്റൊരു എലിമിനേഷൻ ഡേ. അതേ 8ാം റൗണ്ടിന്റെ അവസാനം 2 പേർ കൂടി സ്റ്റാർ സിംഗർ സീസൺ 10 വിട പറയുന്നു. മുൻപ് കഴിഞ്ഞ 4 റൗണ്ടുകളിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എലിമിനേഷൻ. അതായത് രണ്ടാമത്തെ എലിമിനേഷൻ ഉപയോഗിച്ച മാർക്കിനൊപ്പം 8ാം റൗണ്ടിന്റെ മാർക്ക് കൂടി കൂട്ടി അടുത്ത എലിമിനേഷൻ തയ്യാറാക്കി. ഈ എലിമിനേഷനിൽ സ്റ്റാർ സിംഗറിനോട് വിട പറയുന്നത് ജോയൽ വി ജോയി, ശ്രീലക്ഷ്മി ശ്രീധർ എന്നിവരാണ്. ഇവർ രണ്ടാളും എലിമിനേറ്റഡ് ആകുന്നത് കോൺവെന്റ് സ്കൂളിൽ നിന്നാണ്. എന്നാൽ ജോയൽ ആദ്യ 7 റൗണ്ടുകളും പങ്കെടുത്തത് ഗുരുകുലത്തെ പ്രതിനിധീകരിച്ചാണ്. 8ാം റൗണ്ടിൽ മാത്രമാണ് മത്സരാർത്ഥികളുടെ എണ്ണം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി ജോയൽ കോൺവെന്റ് സ്കൂളിലേക്ക് എത്തിയത്. നിലവിൽ എലിമിനേഷനുകളിൽ കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് കോൺവെന്റ് സ്കൂളിനാണ്. ഇനി 12 പേരാണ് മത്സരാർത്ഥികളായി തുടരുക. ഇതോടെ മുൻപത്തേതുപോലെ ഒരു എപ്പിസോഡിൽ 6 ഗാനങ്ങൾ എന്ന നിലയിൽ 2 എപ്പിസോഡുകൾ കൊണ്ട് ഒരു റൗണ്ട് പൂർത്തിയാക്കാൻ കഴിയും. എന്നാലും വൈൽഡ് കാർഡ് എൻട്രിക്കായി കാത്തിരിക്കുന്ന 3 പേരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നതിൽ വ്യക്തതയില്ല. ഏതായാലും ഈ എലിമിനേഷൻ പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ എലിമിനേഷനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് സഭ്യമായി കമന്റ് ചെയ്യൂ. ഇവരുടെ ഏത് പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് എന്നും കമന്റ് ചെയ്യൂ.